ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര്. അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. മുത്തശ്ശി, നമുക്ക് മേപ്പാടനെ ഒന്ന് വരുത്തിയാലോ? ഇതിനിപ്പോ മേപ്പാടിനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ ഈശ്വരവിദ്യാന്ന് കരുതുക. പണിക്കര് പാപകർമ്മമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഏട്ടന് പറയാൻ പറ്റുമോ? മായമോള് പറഞ്ഞാലും കാര്യമുണ്ട്. പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പെണ്ണിന് പച്ചജീവനോട് കൊല്ലം തീ കൊളുത്തിയത് പണിക്കരമ്മാവനാണെന്നാ പറയുന്നത്. ഈ ദുർമരണത്തെ പറ്റി നമുക്ക് നമ്മുടെ സ്വാമിയോടും ചോദിച്ചാലോ? അത് ശരിയാ. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടിനേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും. താപസിയല്ലേ? അല്ലേ കൃഷ്ണ? അതെ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അദ്ദേഹം ശീർഷാസനത്തിൽ അല്ല ധ്യാനത്തിലായിരിക്കും. ശല്യപ്പെടുത്തണ്ട. അദ്ദേഹത്തിന് ഒരു ശല്യാവൂല്ല. പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം? സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ? സാവിത്രി, കൂടെ വാ, നമുക്കൊന്ന് ചോദിക്കാം. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ജയ് ഹനുമാൻ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഈ ഉണക്കത്തമ്പരാക്കന്മാരുടെ പച്ചക്കറി നീ അടുത്തപ്പോ എന്റെ അപ്പൊ കൂടെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടില്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയായിരുന്നു. പിടിച്ചാൽ നിന്നെ കൊല്ലും മകളെ. കൊല ഇപ്പൊ തന്നെ നടക്കും. ദേവരന മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? ഓർക്കണം, എന്റെ മകളാ. മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തശ്ശി ഇവിടെ തന്നെ, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ. പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നാ? ഗ്യാസ് വലച്ച്. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസമുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ, അതുകൊണ്ടല്ല. പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമിക്ക്. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടു. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. താൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടകളെ ഞാൻ തല്ലി ഓടിക്കും. പേടിപ്പിക്കാ. എന്നാ ഞങ്ങ പോണില്ല. ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാ ഇവിടെ ഉള്ളത്. ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നാളെ ഇറക്കാം. അല്ലെങ്കിൽ എറണാകുളത്ത് പറ്റിയ ടീമുണ്ട്. എന്നതാ തോമാച്ച ഇത്? തല്ലിനും ഗുണ്ടായുസത്തിനും ഒന്നും പോണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും 4 ആൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി. ഇല്ലെങ്കിൽ കല്യാണ പെണ്ണൊരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞ ഏറെ നാണക്കേട് എനിക്കാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂളയില്ലാത്തത്. അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട. ഇവിടെ ഉള്ളവന്മാരെല്ലാം ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേ വന്നു. ഭ്രാന്ത് നിന്റെ ഈ നിൽക്കുന്ന തന്തക്കടത്തേണ്ടി. ഞാനിവന്റെ തന്തയല്ല. എന്നാ നിന്റെ തന്തക്കടത്തേണ്ടി. എന്താ? ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യമാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ. ഇവരൊക്കെ ആരാ? നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തന്മാർ. അച്ചായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേത്? എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ. താനൊരു കാര്യം മനസ്സിലാക്കി. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. ഇങ്ങോട്ട് നോക്കി. അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കാൻ വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പോച്ചൻ. ഇത് അമ്മച്ചി സാറാമ്മ. ഇത് തോമാച്ചൻ, അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം തന്നെ എടോ, ഞാൻ കെട്ടാൻ വന്ന പെണ്ണാവള്. അറിയൂ? ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി. വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല. ഇത് കോവിലകമാണ്. ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ടുവിടും. അച്ഛൻ നിന്ന് ആ ആൽബോഞ്ഞെടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്.
മനസ്സിലായോ ആർക്കാ ഭ്രാന്തെന്ന്? എന്ത് പറ്റി അമ്മാവാ? പിടിച്ചേ. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? അമ്മാവാ, എന്താ ഉണ്ടായേ? ഞങ്ങൾ വന്നു കേറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഭഗവതി, ഇത്ര പെട്ടെന്ന് ഏട്ടന് എന്ത് പറ്റി? അമ്മാവാ, ഇതെന്ത് ഭാഷയാണ് അമ്മാവാ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറ രാമാ. എന്ത് പറ്റി അമ്മാവന്? എന്താ? മായയോട് അവൻ എന്തോ പറയണോന്ന്. പറഞ്ഞോളൂ അമ്മാവ, എന്താണ്ടായേ? ഓ, എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റില മുറുക്കണോ? ഓ, പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര, ഒരു പേനയും കടലാസും വേഗം ഇഞ്ഞു കൊണ്ടുപോവാ. അയ്യോ, എന്റെ ഭഗവതി, കൈ തളർന്നു പോയല്ലോ. കൃഷ്ണ, വേഗം ചെന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക. ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ. ഇതിന് പരിഹാരം ചെയ്യാൻ മേപ്പാടിനെ പറ്റൂ. ഇതിന് മന്ത്രവാദമൊന്നുമല്ല, നല്ല ചികിത്സ ആവശ്യം. കുട്ടി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ. എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് മേപ്പാടിനെ അല്ല വരുത്തേണ്ടത്, ഡോക്ടർ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങളാ അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല. ഈ മേപ്പാടന അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത്. കുട്ടിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുതാ. അസുഖം വന്ന ഡോക്ടർമാരെ വിളിക്കേണ്ടത്, അല്ലാണ്ട് മന്ത്രവാദിയല്ല. ഉണ്ണി ഇതിനൊക്കെ സമ്മതം കൊടുക്കണ്ടല്ലോ. മുത്തശ്ശിയോട് തർക്കിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പി കൂടി വീണതായിരിക്കേ വഴിയുള്ളൂ. എന്ത് ചെയ്യാം? കോലോത്ത ഫാമിലി ഡോക്ടർ മേപ്പാടനാ. അയാൾ വന്ന് പോട്ടെ, പിന്നെ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം. അപ്പോ മേപ്പാടിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചോ? ഉവ്വ്, കൊണ്ടുവരാൻ കേശം പോയി കഴിഞ്ഞു. മായെന്താ ആകെ മൂടോട്ടായിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഇവിടെ വല്ലാണ്ട് ബോറടിക്കണോ. നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? എന്താ, വേഗം റെഡി ആയിക്കോളൂ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവുമില്ല. കാര്യങ്ങൾ കുഴയുന്ന ലക്ഷണമാണ്. അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഈ ശക്തി കാരണം നിനക്കങ്ങനെ തോന്നിയായിരിക്കുമോ ജെയിംസേ? അവിടെ കണ്ട നമ്മുടെ ഡെയ്സി മോളെ തന്നെയാണോ? അച്ഛൻ ഒരു മാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഞാൻ അത്ര കൊച്ചുകുട്ടിയാണോ? എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡെയ്സിയെ. ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് ഭയന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ? ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പോലീസിൽ അറിയിക്കാം.
അമാനുഷിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നാൽ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി. പിന്നെ ഇതുപോലെ പത്രവാർത്ത എങ്ങനെ ആയാൽ? ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? നിനക്കിത് പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ തന്നെ ഡെയ്സി ഓരോരുത്തർ തിരക്കുമ്പോൾ മൈസൂരിലെ എന്റെ പെങ്ങളുടെ വീട്ടിലാണെന്നാ പറയുന്നത്. 4 ആൾ അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. പിന്നിപ്പോ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഏതായാലും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നാണല്ലോ പ്രമാണം. ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെ? കടമറ്റത്ത് കത്തനാരച്ചന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഫാദർ ഉണ്ട്. എത്ര കൊടിയ ബാധയും കുരിശേൽ നിർത്തുമെന്നാ കേട്ടത്. ചെകുത്താന്മാരെ ഒഴിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ചെകുത്താനച്ചൻ എന്ന പേരില്ല. അത്ര വലിയ മന്ത്രവാദിയാ അദ്ദേഹം. മന്ത്രവാദി മാത്രമല്ല, ലോക പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് കൂടിയാ. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനച്ചനെ കാണാം. ഈ ചെകുത്താനച്ചന്റെ മേട ഇതല്ലേ? ചെകുത്താനച്ചനോ? അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടെ, അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു. അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത്. വിശ്വാസികൾ ഡോക്ടർ മികായലച്ച എന്നെ വിളിക്കൂ. ഒരു ബാധ കയറിയ കേസ് ഉണ്ടായിരുന്നു. അച്ഛനൊന്ന് കാണണമല്ലോ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആളെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആർക്കാ? എല്ലാം മിഖാലച്ചനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ, കയറി വരൂ കുഞ്ഞാടുകളെ. പിന്നെ ശ്വാസം. കർത്താവേ, നിനക്ക് നന്ദി. സംശയിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡെയ്സി തന്നെ. വരൂ, ഇങ്ങോട്ടിരിക്കൂ. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ? ഉവച്ചോ, ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡെയ്സി മോളിൽ ആകെ മാറ്റമായിരുന്നു. പിറ്റേന്നൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന്ത് വെളുപ്പിന് മോളെ കാണാതാവുന്നു. ഇത് പ്രേതബാധയാണോ അച്ചോ, അതോ വേറെ വല്ല അസുഖമാണോ? വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട്. എനിവേ, all these diseases are different versions of hysteria. അപ്പൊ ഇത് പ്രേതബാധ അല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും. വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ്റ്റ് കേസ് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടുമല്ലാതെ മറ്റെന്താണ് പറയുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഫാദർ പറയും. ആട്ടെ, കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത്? ഞാനാണച്ചോ. എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാൻ ഇവരുടെ കുടുംബ സുഹൃത്താ. പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ. മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ. ഇല്ല, ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അച്ഛനെ കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എടോ വെട്ടുകുഴി, ഫാദർ, തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ. ഇത് കൈമാറാതെ വലതു കൈയിൽ തന്നെ സൂക്ഷിക്കണം. എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ടാ. നമുക്ക് കുന്നിന്റെ നെറുകിൽ ചെല്ലാം. എന്തിനാ? അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം. എനിക്ക് ഈ സ്വർഗം ഒന്നും കാണണ്ട. പിന്നെ ഏത് സ്വർഗം സാറിന് കാണേണ്ടത്? എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? ജപവും മന്ത്രവും ബ്രഹ്മചര്യൊക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും? എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല. മുത്തശ്ശിയെ പേടിയാണുള്ള സത്യം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത വാക്ക് പാലിക്കുന്നു. അതല്ല, ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഒരു ഏലസ്. ഓ, ഇതോ? വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയാ. ഓ, വലിയ ധൈര്യശാലി. ഗമ പറയാൻ ആർക്കാ വയ്യാത്ത? ഗമ പറഞ്ഞതല്ല, സത്യം. കയ്യിലെ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോ എന്ന് ഓർത്ത് കെട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ.
ഇവിടെ മുത്തശ്ശിയില്ലല്ലോ. അഴിച്ചു കളഞ്ഞാൽ എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ കവളിൽ ചൂടുള്ളൊരു സമ്മാനം കൂടി തരുമോ?